ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് പക്കാവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും നമ്മളിത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു വെജിറ്റബിൾ കഴിക്കുകയാണെന്നുള്ള ഫീൽ വരത്തില്ല. അതുകൊണ്ട് വീട്ടിൽ വെജിറ്റബിൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ബീട്രൂട്ട് ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുക്കണം. പക്കാവടയുടെ കോമൺ ഇൻഗ്രീഡിയൻ്റ് ആയ കടലമാവ് ആദ്യം ചേർക്കണം. എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കായം എന്നിവ ചേർക്കണം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മിക്സിംഗ് ആണ്. ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് കറിവേപ്പില ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. നമ്മുടെ ചേരുവകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വറുത്ത് കോരാം. വറുക്കുന്നതിന് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ മതിയാവും. നമ്മളിവിടെ പാം ഓയിലാണ് എടുക്കുന്നത്. തിളച്ച എണ്ണയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് ഇടുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാണ് വറുക്കേണ്ടത്. കനം കുറച്ച് കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പക്കാവട കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ബീട്രൂട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, ക്യാബേജ്, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഫൈനലി കുറച്ച് കറിവേപ്പില പ്രത്യേകം എടുത്ത് വറുത്ത് ഇതിന് മുകളിലേക്ക് ഇട്ടതുപോലെ ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാവുന്നതാണ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.